Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹായ്, എല്ലാവർക്കും മൂവി സ്റ്റെല്ലാറിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമയും കഥപറച്ചിലും ഒന്നിക്കുന്ന ഒരിടം. ഇന്ന് നമ്മൾ സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും നിഗൂഢമായ ചിത്രങ്ങളിലൊന്നായ ഭ്രമയുഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലെ മലബാറിലേക്കാണ് ഭ്രമയുഗം നമ്മെ കൊണ്ടുപോകുന്നത്. അടിമത്തവും നാടോടിക്കഥകളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാലം. കൂട്ടുകാരൻ കോരനോടൊപ്പം മണികണ്ഠൻ ആർ ആചാരി, ക്രൂരമായ അടിമക്കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന തേവൻ, അർജുൻ അശോകൻ എന്ന പാട്ടുകാരനെയാണ് നമ്മൾ പിന്തുടരുന്നത്. തേവൻ അകത്തേക്ക് കാലുകുത്തുന്നതു മുതൽ എന്തോ ഒന്നിന് തകരാറുണ്ടെന്ന് നമുക്ക് തോന്നിത്തുടങ്ങുന്നു. ഇടനാഴികളിൽ ശബ്ദങ്ങൾ വിചിത്രമായി പ്രതിധ്വനിക്കുന്നു. വിളക്കുകൾ മിന്നുന്നു. നിശബ്ദത ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഈ സിനിമ ജംപ് സ്കെയറുകളെക്കുറിച്ചോ കണ്ണാടികളിൽ നിന്ന് ചാടി വീഴുന്ന പ്രേതങ്ങളെക്കുറിച്ചോ ഉള്ളതല്ല. രാഹുൽ സദാശിവൻ ഭയം പതുക്കെയാണ് പടുത്തുയർത്തുന്നത്. നിശബ്ദതയിലൂടെ, ശൂന്യതയിലൂടെ, പിരിമുറുക്കത്തിലൂടെ. ഷെഹനാദ് ജലാലിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാഗ്രഹണം ഒരു തനി കലയാണ്. ഓരോ നിഴലും ഓരോ പ്രതിഫലനവും നിഗൂഢതയ്ക്ക് പുതിയ മാനങ്ങൾ നൽകുന്നു. തേവനോടൊപ്പം ആ ഭാരമുള്ള വായു ശ്വസിച്ച് ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ക്രിസ്റ്റോ സേവ്യരുടെ മനസ്സിനെ വേട്ടയാടുന്ന പശ്ചാത്തല സംഗീതം മറ്റൊരു പ്രധാന ഘടകമാണ്. അതൊരിക്കലും കഥയെ മറികടക്കുന്നില്ല. എന്നാൽ ഇരുട്ടിൽ എന്തോ ഒന്ന് എപ്പോഴും നമ്മെ നിരീക്ഷിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി നമുക്ക് പ്രകടനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കാരണം ഈ സിനിമ പൂർണ്ണമായും അതിന്റെ അഭിനേതാക്കളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. മമ്മൂട്ടി തന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെക്കുന്നു. കൊടുമൺ പോറ്റിയായി അദ്ദേഹം ശാന്തനും കുലീനനും ഭയാനകനുമാണ്. അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ കൊണ്ടുമാത്രം ഫ്രെയിമിൽ ഭയം നിറയ്ക്കാൻ സാധിക്കുന്നു. ചില നിമിഷങ്ങളിൽ അദ്ദേഹം മൃദുവായി സംസാരിക്കുന്നു. എന്നാൽ ഓരോ വാക്കും ഒരു മന്ത്രം ചൊല്ലുന്നതുപോലെയാണ് അനുഭവപ്പെടുന്നത്. അദ്ദേഹം ഒരു നടൻ മാത്രമല്ല, സ്ക്രീനിനെ കീഴടക്കുന്ന ഒരു സാന്നിധ്യമാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. തേവൻ എന്ന കഥാപാത്രമായി അർജുൻ അശോകൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അവന്റെ ഭയം, നിസ്സഹായത, ആശയക്കുഴപ്പം എന്നിവയെല്ലാം വേദനാജനികമാം വിധം യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. അവന്റെ കണ്ണുകളിൽ ആ വൈകാരികമായ തകർച്ച കാണാം. ധൈര്യവും പരിഭ്രാന്തിയും അദ്ദേഹം കൃത്യമായി ബാലൻസ് ചെയ്യുന്നു. പാചകക്കാരനായി എത്തുന്ന സിദ്ധാർത്ഥ ഭരതനും നിഗൂഢത വർദ്ധിപ്പിക്കുന്നു. അയാളൊരു ഇരയാണോ അതോ മാളികയുടെ ഇരുണ്ട രഹസ്യത്തിന്റെ ഭാഗമാണോ? ഇവർ മൂന്നുപേരും ചേർന്നാണ്. സാങ്കേതികമായി ഭ്രമയുഗം ഒരു മാസ്റ്റർപീസാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ പഴയ ലോകത്തെ പുനഃസൃഷ്ടിക്കുന്നു. വിണ്ടുകീറിയ ചുവരുകൾ, പുരാതന പാത്രങ്ങൾ, പുക, കല്ലുകളിൽ പടർന്നുകയറുന്ന വള്ളിച്ചെടികൾ, ഓരോ വിശദാംശവും യാഥാർത്ഥ്യബോധം നൽകുന്നു. ജയദേവിന്റെ ശബ്ദരൂപകൽപ്പന ഓരോ ചെറിയ ഞരക്കത്തിനും പിറുപിറുപ്പിനും പ്രാധാന്യം നൽകുന്നു. എഡിറ്റിംഗ് സംവിധായകന്റെ കാഴ്ചപ്പാടിനോട് നീതി പുലർത്തുന്നു. പിരിമുറുക്കത്തെ തിരക്കിട്ട് കൂട്ടാതെ സ്വാഭാവികമായി വളരാൻ ഭ്രമയുഗം നിങ്ങളുടെ പതിവ് വെള്ളിയാഴ്ച രാത്രി കാണാനുള്ള ഹൊറർ സിനിമയല്ല. ഇതൊരു കലയാണ്. സാവധാനത്തിലുള്ള മനസ്സിനെ വേട്ടയാടുന്ന കാവ്യാത്മകമായ ഒരു സൃഷ്ടി. ഇതിന് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും ഭാവനയും ആവശ്യമാണ്. കുറഞ്ഞ പശ്ചാത്തലങ്ങളെ അവിസ്മരണീയമായ അനുഭവങ്ങളാക്കി മാറ്റാൻ മലയാള സിനിമയ്ക്ക് കഴിയുമെന്ന് രാഹുൽ സദാശിവൻ വീണ്ടും തെളിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ കാന്തിക സാന്നിധ്യവും ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ദാർശനികമായ ധ്വനിയും ഈ സിനിമയെ ഒരു യഥാർത്ഥ അമൂല്യ നിധിയാക്കി മാറ്റുന്നു. എന്റെ റേറ്റിംഗ് 8.5/10. വ്യത്യസ്തനാകാൻ ധൈര്യപ്പെട്ട ഇരുണ്ട അന്തരീക്ഷമുള്ള ഒരു മാസ്റ്റർപീസ്. നിങ്ങൾക്ക് ആർട്ടിസ്റ്റിക് ഹൊറർ, സൈക്കോളജിക്കൽ ടെൻഷൻ, ശക്തമായ പ്രകടനങ്ങൾ എന്നിവ ഇഷ്ടമാണെങ്കിൽ ഭ്രമയുഗം കാണാതിരിക്കരുത്. മൂവി സ്റ്റെല്ലാർ കണ്ടതിന് നന്ദി. എല്ലാ ആഴ്ചയും കൂടുതൽ സത്യസന്ധമായ റിവ്യൂകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണുന്നതുവരെ ജിജ്ഞാസയോടെ ഇരിക്കുക, സിനിമാറ്റിക്കായി തുടരുക.